അപ്പോൾ ഈ ഹജ്ജ് എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് പരിചിതമാകുന്നത് ഞങ്ങളുടെ അടുത്തൊരു ഹജ്ജുമ്മ താത്ത ഉണ്ടായിരുന്നു. ഹജ്ജിന് പോയി വന്നവരെയാണ് ഹജ്ജുമ്മ എന്ന് പറയുക. ചരിത്രത്തിൽ തന്നെ നമ്മൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ഹിന്ദു സന്യാസി ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ ഡിസ്ക്രിമിനേഷൻ സ്വഭാവം ഇല്ലാതെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തിരിക്കുക. ഇപ്പോൾ നമസ്കാരമാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, മുമ്പിൽ വരുന്നവർക്ക് മുമ്പിൽ നിൽക്കുക, സൊഫിൽ നിൽക്കുക, ബാക്കിൽ വരുന്നപ്പോൾ രാജാവാണെങ്കിലും മുമ്പിൽ നിൽക്കുന്ന സേവകനാണെങ്കിലും എല്ലാവരോടുള്ള പൊരുത്തം വാങ്ങുക. എൻ്റെ അച്ഛനമ്മമാരോടൊക്കെ പലരും വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ എന്താ അവരങ്ങനെ വന്ന് പറഞ്ഞു പോകുന്നത്, നമ്മളവരുടെ ആളുകളൊന്നും അല്ലല്ലോ. അപ്പം ഞാനൊക്കെ വിചാരിക്കും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല എന്ന് അറിയുമ്പോൾ പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും ഉണ്ട്. വെള്ളിയാഴ്ച ജുമാ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ഹജ്ജാണ്. ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്യമായ ഒരു സംവിധാനമാണ് അതിലൂടെ ഉള്ളത്. ആ അനുസരണം മതി, അതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ബൈബിളിൽ അങ്ങനെ ഒരു വാചകമുണ്ട്. തീ കത്തി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഓരോ സ്ഥലമുണ്ട്. എന്ന് എത്രയോ നൂറ്റാണ്ടുകളായി തീകൾ കത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരിക്കലും വെള്ളം കിട്ടില്ല എന്ന് വിചാരിച്ച നടുക്ക് ഒരു മരുഭൂമിയിൽ വെള്ളം സുലഭമായി നല്ല വെള്ളം കിട്ടുമ്പോൾ തവാഫ് എല്ലാ അമ്പലങ്ങളിലും പ്രദക്ഷിണങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമല തീർത്ഥാടനമൊക്കെ ആണെന്ന് പണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊണ്ടുവരണേ എന്നാണ് പ്രാർത്ഥിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള വ്രതം തെറ്റിയാൽ പുലി പിടിക്കും, ആന പിടിക്കും എന്നൊക്കെയുള്ള ഇതുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഹജ്ജിനെ കുറിച്ചുള്ള ഓർമ്മകളും പഠനങ്ങളും വായനകൾക്കൊക്കെ ഹജ്ജിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. പക്ഷേ ഇന്ന് അതിൽ നിന്നേറെ വ്യത്യസ്തമായിട്ട് ചരിത്രത്തിൽ തന്നെ നമ്മൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ഹിന്ദു സന്യാസി ഹജ്ജിനെ കുറിച്ച്, ഹജ്ജിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുകയാണ്. ഇന്ന് നമ്മോട് കൂടെയുള്ളത് സ്വാമി ആത്മദാസ് എമ്മിയാണ്. സാംസ്കാരിക മതേതര കേരളത്തിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വിധം സുപരിചിതനായ അദ്ദേഹം ഇന്ന് നമ്മോട് കൂടെ ഈ സംസാരത്തിൽ പങ്കെടുക്കുകയാണ്. സ്വാമിയെ ഈ സംസാരത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞതുപോലെ ഇത് ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്വാമി അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ഹജ്ജിൻ്റെ പല തലങ്ങളെപ്പറ്റി സംസാരിക്കുന്ന വളരെ അപൂർവമായ, മുമ്പ് എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അങ്ങയുടെ ഓർമ്മകാലം അല്ലെങ്കിൽ ചെറുപ്പകാലത്തെ കുറിച്ച് തന്നെ ചോദിച്ചിട്ട് തുടങ്ങാണ്. ഒരു കേരള പശ്ചാത്തലത്തിൽ ഒരു മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു ആളെന്ന നിലയിൽ വളരെ മതേതരമായ പല മതങ്ങൾക്കിടയിൽ വളരുമ്പോൾ ഈ ഹജ്ജ് അല്ലെങ്കിൽ പെരുന്നാൾ എന്നുള്ള ഓർമ്മകളൊക്കെ, അതിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു, മാത്രമല്ല ആ ഓർമ്മകളൊക്കെ പിന്നീട് ഇസ്ലാമിനെ പറ്റി അല്ലെങ്കിൽ ഈ ഹജ്ജിനെ പറ്റിയൊക്കെ പഠിക്കാൻ എത്രത്തോളം അങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആദ്യമായിട്ട് കേൾക്കാനുള്ളത്. അതെ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ അടുത്തുള്ള കരുളായി എന്ന് പറഞ്ഞ ദേശത്താണ്. അപ്പോൾ ഈ ഹജ്ജ് എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് പരിചിതമാകുന്നത് ഞങ്ങളുടെ അടുത്തൊരു ഹജ്ജുമ്മ താത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഹജ്ജിന് പോയി വന്നവരെയാണ് ഹജ്ജുമ്മ എന്ന് പറയുക. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ നല്ലൊരു സ്വാത്വികയായൊരു സ്ത്രീയായിരുന്നു. അവരുടെ ഭർത്താവ് ചേക്കു ഹാജി, അങ്ങനെ കുറേ മക്കളൊക്കെ ആയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത വീട് തന്നെയാണ്. അപ്പോൾ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ അയൽവക്കക്കാരെ സ്നേഹിക്കുന്നത്, അപ്പോൾ ഒരുപാട് സഹായങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെറുപ്പകാലത്തെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, അതിൽ എൻ്റെ അമ്മമ്മ പറയാറുള്ള ഒരു വാചകമുണ്ട്. ഞാൻ ചോദിക്കും അജ്മ താത്ത എന്നാണ് പറയുക. അപ്പോൾ അജ്മ താത്തൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മ താത്ത ഹജ്ജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹജ്ജ് ചെയ്ത് വന്നതിന് ശേഷം അവർ വളരെ കുട്ടികളുടെ പോലെ ഉള്ള മനസ്സുള്ളവരായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം നന്മയുണ്ടാവും. അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്തതിൻ്റെ ഗുണം കൊണ്ടാണ് അവർക്കിങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന ഒരു സംസാരമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നന്ദിയോടുകൂടിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഹജ്ജുമ്മ താത്തായും അതേപോലെ ചേക്കുവാക്കാനെയും പിന്നെ അവരുടെയൊക്കെ മക്കളെ എല്ലാവരെയും ഓർക്കാറുള്ളത്. വളരെയധികം കാരുണ്യത്തിൻ്റെ ഒരു വീടായിരുന്നു ആ വീട്. ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വീടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഹജ്ജ് ചെയ്ത് കഴിയും, ഹജ്ജ് എന്ന കർമ്മത്തെക്കുറിച്ചൊക്കെ അങ്ങനെയാണ് ചർച്ചകളിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ജനിച്ച കുട്ടികളുടെ മനസ്സ് പോലെ ആയി വരുമെന്നും, അതായത് തികച്ചും ഒരു
പുനർജനനം പ്രാപിച്ച് വരുന്ന പോലെയാണ്, ഒരു നവീകരണം പ്രാപിച്ച് വരുന്ന പോലെയാണ്. അതെപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് പലവരെയും പരിചയപ്പെടുമ്പോഴും ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ഹജ്ജിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് അതിനുള്ളൊരു സാധ്യത ഇസ്ലാമിലുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു തീർത്ഥാടനത്തിൽ അതുണ്ട്. ഒരു പുനർനവീകരണം എല്ലാവർക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആരോഗ്യവും അതേപോലെ തന്നെ സാമ്പത്തികവും ഉള്ളവർക്ക് അത് കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. എന്നാൽ അത് ചെയ്യാഞ്ഞാലും അതിൻ്റെ കൂലി കിട്ടുന്നതായിട്ടുള്ള, അപ്പം ഞാനൊക്കെ വിചാരിക്കും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല എന്ന് അറിയുമ്പോൾ പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വെള്ളിയാഴ്ച ജുമാ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ഹജ്ജാണ്. അങ്ങനെ എപ്പോഴും മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്യമായ ഒരു സംവിധാനമാണ് അതിലൂടെ ഉള്ളത്. ഇപ്പോൾ അവിടെ തന്നെ പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പലപ്പോഴും ടൂറായി മാറുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കും അതൊന്നും ഇല്ലാതെയും പിന്നെ പല കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹജ്ജിന് പോകാൻ വെച്ച പൈസ എടുത്തു വെച്ചിട്ട് അടുത്ത വീട്ടിലെ ആളുകളുടെ വിശപ്പ് മാറ്റി, അല്ലെങ്കിൽ ആടിനെ അറുത്തു കൊടുത്ത ആളുകൾക്ക് അവിടുന്ന് ഹജ്ജിൻ്റെ കൂലി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആശ്വാസം വരാറുണ്ട്. കാരണം ഈ കർമ്മബന്ധിതമല്ലത്, ആ കർമ്മത്തിൻ്റെ ശുദ്ധിയാണ്, ആ കർമ്മത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്തോ ഒരു സാധനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ള സംഗതികൾ ചെറുപ്പം മുതൽ ഈ കഥകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് ചെറുപ്പകാലത്തെ ഓർമ്മ. ഹജ്ജ് ഒരു തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു തീർത്ഥാടനം എന്ന നിലക്ക് അങ്ങയുടെ പല പുണ്യകേന്ദ്രങ്ങളിലേക്കും ഒരുപാട് തീർത്ഥാടനങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിലകത്തും പുറത്തൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ടാവും. കഠിനമായ മലകയറ്റങ്ങളും തപസ്സുകളും ഒക്കെ എന്തുണ്ടാവും. ആ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഈ ഹജ്ജുമായിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബന്ധം വരുന്നത്, ഹജ്ജിനെ എങ്ങനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാണുന്നത്, അങ്ങയുടെ തീർത്ഥാടനത്തിൻ്റെ ഓർമ്മകളും ചില കഥകളൊക്കെ കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എവിടേക്കൊക്കെയാണ് പോയിട്ടുള്ളത്? അതെ, ഒരുവിധം ഭാരതം മുഴുവൻ, ഇന്ത്യ മുഴുവൻ നടന്നും അല്ലാതെയൊക്കെ ആയിട്ട് കൂടുതൽ നടക്കൽ തന്നെയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ തീർത്ഥാടനത്തിന് പോകാൻ. എത്രാമത്തെ വയസ്സിലാണ് ഈ സന്യാസ? ഞാൻ ഒരു 21 ഡിഗ്രി ലാസ്റ്റ് ഇയറിലാണ് ഇങ്ങനെ ഇറങ്ങുന്നത്, വീട് വിട്ട് ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. എനിക്കപ്പോൾ 21 വയസ്സ് 22 വയസ്സൊക്കെ ആവുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഇറങ്ങുന്നത്. അതിനുശേഷം ഈ തീർത്ഥാടനം ചെയ്യണം എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ട കാര്യമില്ലെങ്കിലും അതിലതൊരു ഭാഗമാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങൾ ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ സന്ദർശിക്കാനിടയായി. ഓരോ ഇടങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകൾ, അതിൻ്റേതായ അനുഭവങ്ങൾ, അതിൻ്റേതായ നന്മകളൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലോക മതങ്ങളിലെല്ലാം തീർത്ഥാടനം ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജനിക്കുന്നത് ഒരു ദേശത്ത് ഒരു സമയത്തുമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്കൊരു അപ്ഗ്രഡേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും കൂടിയൊക്കെ യാത്ര ചെയ്യണം. അല്ലാണ്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനാകണമെന്നില്ല. അപ്പോൾ യാത്ര എപ്പോഴും എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ എപ്പോഴും ഗന്ധാ ബന്ധാ ഹോയ് എന്ന് നമ്മുടെ കബീർദാസ് പറയുന്ന പോലെ, ബർദാ പാനി നിർമ്മല, ഒഴുകുന്ന വെള്ളമാണ് നിർമ്മലമായിട്ടുള്ളത്. ഗന്ധാ ബന്ധാ ഹോയ്, അത് കെട്ടിക്കിടക്കാൻ തുടങ്ങിയാൽ അത് ഗന്ധമായി തീരും, അല്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്നുള്ളത്. അപ്പോൾ യാത്രകൾക്ക് എപ്പോഴും അത്തരം ഒരു ഫ്ലോയിങ് സ്വഭാവമുള്ളത് കൊണ്ട് എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു മതവും അത് പ്രോത്സാഹിപ്പിക്കാത്തൊരു മതവുമില്ല. അത് ജൈനമതമാകട്ടെ, ബുദ്ധമതമാകട്ടെ, പാർസി മതങ്ങളാകട്ടെ, എല്ലാവർക്കും തീർത്ഥാടനം, അതായത് മറ്റ് കൾച്ചറിനെ മനസ്സിലാക്കാനും നമുക്ക് തന്നെ അപ്ഗ്രഡേഷൻ വരുത്താനും സ്വഭാവത്തിൽ മാറ്റം വരുത്താനും, പിന്നെ മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈശ്വരീയമായ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ തീർത്ഥാടനം. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് മുമ്പേ, അല്ലെങ്കിൽ മുഹമ്മദീയ ത്വരീക്ക്, അല്ലെങ്കിൽ ആ ഒരു മാർഗം റസൂലുള്ളാഹി തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയായിരുന്നു. അപ്പോൾ അറബി സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അറബിയുടെ ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പണ്ട് മുതലേ അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ ദേവാലയം ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെയൊക്കെ ഒരു കേന്ദ്രം, പലതിൻ്റെയും വിപണന കേന്ദ്രവും കൂടിവരവിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് സ്ഥലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതൽ ആണ് അവിടെ അത് കണ്ടുപിടിച്ച് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊക്കെ ഞാൻ അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ
ഇസ്ലാമിക ചരിത്രങ്ങളും അല്ലാതെയൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ എന്തോ കാരണം കൊണ്ട് പിന്നെ നല്ല വെള്ളമുള്ള സ്ഥലമാണ്. അതാണ് സംസം വെള്ളം എന്ന് പറയുന്നത്. ഇപ്പോഴും പറ്റാത്ത ആ വെള്ളമുള്ള മരുഭൂമിയിൽ അത്തരം ഒരു നീരുറവ ഉണ്ടാകുക കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് ഇന്നും പറ്റാതെ ഇരിക്കണമെങ്കിൽ അന്ന് കാലം മുതൽ, ചരിത്രാതീത കാലം മുതൽ ആ വെള്ളത്തിന് ചുറ്റും ആളുകൾ വന്നിരിക്കാം. അതിന് പുറമേ അവിടെ കാണുന്ന കല്ലുകൾ അങ്ങനെ ആ ഈ ഏരിയയിലുള്ള ഭൂമിയിൽ നിന്നുള്ള കല്ലുകളല്ല, പലപ്പോഴും അത് മെറ്റീരിയറൈറ്റ് പോലുള്ള അല്ലെങ്കിൽ ഉൽക്കകൾ പോലുള്ള കല്ലുകളൊക്കെയാണ്. പ്രത്യേകിച്ച് പാജറുൽ അസ്വദ് എന്നൊക്കെ പറയുന്നത് ആകാശത്തുനിന്ന് വീണു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആരോ എടുത്ത് എറിഞ്ഞു എന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയും. ഇവിടുന്ന് ഒരു സാധനം എടുത്ത് എറിഞ്ഞത് അവിടെ പോയി വീണതാണെന്ന്, ഏതായാലും മേലേന്ന് വന്നതാണെന്നുള്ളതും അതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സൊക്കെ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കല്ലിൽ നിന്ന് പൊട്ടിച്ചെടുത്തതിൻ്റെ ഇടയിലൊക്കെ കുറേ പൊട്ടിക്കലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു തരം പച്ച കളറുള്ള, അങ്ങനെ വളരെ കണ്ടാൽ കറുപ്പാണെങ്കിലും ഉള്ളിൽ പ്രകാശത്തിന് എതിരെ പിടിച്ചു നോക്കിയാൽ ഇളം പച്ച കളറുള്ള ഒരു കല്ലുകളാണ്. അപ്പം അത്തരം കല്ലുകളൊക്കെ ഉൽക്കകളിൽ നിന്നുണ്ടാവാവുന്ന സംഗതികളാണ്. അപ്പം അങ്ങനെ വന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഒരു കൽക്കൂമ്പാരങ്ങളോ അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തലുകൾ നടക്കാൻ പറ്റി. ഇപ്പോൾ ഖുർആനിൽ തന്നെ പറയുന്ന സമയത്ത് ഇബ്രാഹിം നബിയും കൂട്ടരും ഇത് കഅബയുടെ ആ ദേവാലയമൊക്കെ ഒന്ന് പുതുക്കി പണിതിന് ശേഷം, അപ്പോൾ പുതുക്കി പണിതു എന്ന് പറഞ്ഞാൽ അതൊന്നും അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും മുമ്പ് ഉണ്ടായിരുന്നു. അതിന് പക്ഷേ ഈ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായി അവരത് അടയാളപ്പെടുത്തി അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും എപ്പോഴും എല്ലാ ഫംഗ്ഷനും ശേഷം പ്രാർത്ഥിക്കാറുള്ളൊരു ദുആയാണ്, ഖുർആനിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. ഇത് ഞങ്ങളിൽ നിന്നൊരു സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കണേ, ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് നിൻ്റെ ഈ ഒരു സാന്നിധ്യമുള്ള സ്ഥലത്ത് ഞങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെച്ചു. അതാണ് ഞങ്ങൾ വലിയ പ്രവൃത്തിയൊന്നും അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ നീ ഭൂമിയിൽ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെ ഞങ്ങൾ നിൻ്റെ ആരാധനയുടെ സ്ഥലമാക്കി ഒന്ന് അടയാളപ്പെടുത്തി. ഇത്തരം അടയാളപ്പെടുത്തലുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, നമ്മളിന്ന് ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നുള്ളെങ്കിലും അതൊരു ചരിത്രത്തിലെ അടയാളപ്പെടുത്തലുകളാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇത് നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ. അങ്ങനെ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും വീടും ചരിത്രമൊക്കെ ആയിട്ട് ഹജ്ജ് കർമ്മത്തിന് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്നതും ആ ബലി വസ്തു മകൻ തന്നെയാണെന്ന് അറിയുമ്പോഴും മകൻ അതിന് നിന്ന് കൊടുക്കുന്നതും, എന്നാൽ ദൈവം അത് വേണ്ട, അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. അപ്പോൾ ആ അനുസരണം മതി, അതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് ബൈബിളിൽ അങ്ങനെ ഒരു വാചകൻ. അനുസരണം, ആ അനുസരണത്തിന് തയ്യാറായി ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാ, ഇപ്പോൾ ഹൈന്ദവ സമ്പ്രദായത്തിൽ പറയുകയാണെങ്കിൽ 3 തരത്തിലുള്ള കെട്ടുകളാണ് അത്ര ഉള്ളത്. ഒന്ന് പുത്രേഷണ, മകനോടുള്ള കെട്ട്; വിത്തേഷണ, നമ്മുടെ ധനത്തിനോടുള്ളത്; കളത്രേഷണ, ഭാര്യയോടുള്ള. ഈ 3 കെട്ടുകളും വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഏഷണാത്രയങ്ങൾ എന്നതിന് പറയുക തന്നെ. ഈ ഏഷണകൾ കുറയാനാണ് നമ്മളൊക്കെ പലപ്പോഴും സന്യാസത്തിലൊക്കെ അത് പറയാം, വേദാന്തത്തിലൊക്കെ അത് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ആ മുറിക്കാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടീൻ്റെ തല അറക്കാനല്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഈ പുത്രനോടുള്ള അമിതമായ പുത്രവാത്സല്യം, പുത്രനോടുള്ള ആ ഏഷണാത്രയങ്ങളിലെ ഇത് മുറിക്കാനാണ് ആദ്യമായി പറയുന്നത്. ഏതായാലും അതിന് സമ്മതിച്ചു എന്നും അവിടെ വെച്ച് അതിന് പകരമായൊരു ആട്ടിൻകുട്ടിയെ മതി എന്ന് പറയുകയും ആട്ടിൻകുട്ടിയെ കാട്ടിക്കൊടുക്കുകയും ചെയ്ത സ്ഥലവും കൂടിയാണ് അതിനുശേഷം പിന്നീട് അടുത്ത സഹോദരൻ ഉണ്ടാകുകയും ആ സഹോദരനുമായി ബന്ധപ്പെട്ട് ചെറിയ പിന്നെ എന്താ പറയുക, ഭാര്യമാർ തമ്മിലുള്ള വഴക്കുകളും, അതിനുശേഷം കുട്ടിയും അമ്മയുമായി പോകുന്ന സമയത്ത് വെള്ളം കിട്ടാതെയായപ്പോൾ വീണ്ടും ഈ പരിസരത്തിലാണ് വരുന്നതും. ആ പരിസരത്ത് വെച്ച് 2 മലകളുടെ ഇടയിലൂടെ ഹാജറ ബീവി ഓടുന്നു, കുട്ടിയെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നു. അവിടെ നിന്നാണ് ശരിക്കും സംസത്തിൻ്റെ ഉറവ പൊട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് അവിടെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, അതേപോലെ തന്നെ ഒരു എന്താ പറയുക ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇങ്ങനെ ഒരു ജോഗ്രഫി ഉണ്ട്. അതിന് ജോഗ്രഫിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. മറ്റെങ്ങും കാണാത്ത ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഈ ചൂടുള്ള നീരുറവയായിരിക്കാം, ചിലർ തീ കത്തി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇന്ത്യയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഓരോ സ്ഥലമുണ്ട്. എന്ന് എത്രയോ നൂറ്റാണ്ടുകളായി തീകൾ കത്തിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഒരിക്കലും വെള്ളം കിട്ടില്ല എന്ന് വിചാരിച്ച നടുക്ക് ഒരു മരുഭൂമിയിൽ വെള്ളം സുലഭമായി നല്ല വെള്ളം കിട്ടുമ്പോൾ അതൊക്കെ സ്വാഭാവികമായി ദൈവത്തിൻ്റെ പ്രത്യേകം അടയാളപ്പെടുത്തലുകളായി കാണുകയും അതൊക്കെ പിന്നീട് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ആയി വരികയൊക്കെ ചെയ്തു. ഏതായാലും ഖുർആനിൻ്റെ എനിക്ക് തോന്നുന്നു 22-ാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു
മനുഷ്യവർഗത്തോട് ഈ ഹജ്ജിനെ കുറിച്ചുള്ള വൃത്താന്തം അറിയിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഹജ്ജിൻ്റെ ഒരു സാധൂകരണം നമുക്ക് ഖുർആനിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്ന പോലുള്ള ദൈവികമായ ഇടപെടലുകൾ പ്രത്യേകിച്ച് അവരുടെ ചരിത്രാതീത കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അത് ഒന്നും കൂടി റീഎൻഫോഴ്സ്മെൻറ്റ് ചെയ്തു. പിന്നീട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം ഒന്നിനെയും അന്നത്തെ പലതിനെയും നിരാകരിക്കുകയല്ല ചെയ്തു, റിന്യൂ ചെയ്യാണ്, പലതിനെയും മാറ്റി ശുദ്ധീകരിച്ച് അതുവരെ ഉണ്ടായിരുന്ന പലതിനെയും മാറ്റി അത് ഒന്നും കൂടി ഏകദൈവ സിദ്ധാന്തമാകുന്ന അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ളതിനെയൊക്കെ തള്ളിക്കളയുക, ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ ചടങ്ങുകൾ, ഹജ്ജിൻ്റെ ചടങ്ങുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് പല മതങ്ങളിലുമുള്ള ചടങ്ങുകളായിട്ട് നമുക്ക് തോന്നും. ഹിന്ദു മതത്തിലും യഹൂദ മതത്തിലും ഒക്കെ അത്തരം ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് കാലത്ത് നിലനിന്നതാ. ഈ ഇസ്ലാമിൻ്റെ പ്രവാചകനിലൂടെ കൊടുക്കപ്പെട്ടത് മാത്രമല്ല, അതിന് മുമ്പേ ഉള്ളതിനെ പലതിനെയും നിലനിർത്തിയിട്ടുണ്ട്. ഈ തവാഫ് ഇപ്പോൾ അവിടെ മാത്രമാണ് ആദ്യകാലം. അപ്പം എല്ലാ അമ്പലങ്ങളിലും പ്രദക്ഷിണങ്ങളുണ്ട്. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, പല സ്ഥലത്തും പ്രദക്ഷിണങ്ങളാണ്, ക്ലോക്ക് വൈസുകളാണ്. അപ്പോൾ എന്തായാലും ചുറ്റുക എന്ന തവാഫ് എന്ന് പറയുന്ന ചുറ്റൽ എല്ലായിടത്തും ഉണ്ട്. അതെ, പിന്നെ കൃത്യമായ ഡ്രസ്സിങ്, ഈ യൂണിഫോമിലുള്ള ഡ്രസ്സിങ് അത് വളരെ സിമ്പിളാക്കാൻ വേണ്ട. കാരണം ആര് വന്നാലും ഒരേപോലുള്ള ഡ്രസ്സിങ് മതി, ഒരു മേൽമുണ്ടും ഒരു താഴെയുള്ള മുണ്ടും അത്രയേ ഉള്ളൂ അതിൻ്റെ നിർബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കോടിയുള്ള ആൾ വന്നാലും എത്ര ഇല്ലാത്ത നിസ്സാരമായ 2 തുണിക്കഷ്ണം കൊണ്ട് ചെയ്യാവുന്ന ഒരു സംഗതി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഇഹ്റാം അണിഞ്ഞുകൊണ്ട് ഇപ്പോൾ ധനികനും ദരിദ്രരൊക്കെ ഒരുപോലെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രക്രിയയാണ് ഹജ്ജ്. ഇപ്പോൾ ഭാരതീയ സിദ്ധാന്തങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്, എല്ലാവരും തുല്യരാണ് ഒരുപോലെ. ഇപ്പോൾ മനുഷ്യൻ പല വേർതിരിവുകളിലൂടെ പല മനുഷ്യനെയും പല കണ്ണിലൂടെ കാണുന്ന, പലരെയും പല അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുമിച്ച് കൂടലുകളൊക്കെ മനുഷ്യർ തമ്മിലുള്ള വേർതിരിവുകൾ ഇല്ലാതാക്കുന്നതിൽ എത്രത്തോളം സഹായിക്കും, അതിൽ മതം എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നിശ്ചയമായും അതിന് വേണ്ടിയിട്ടാണ് മതത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നാവണം, ഒന്നേ പറ്റുള്ളൂ. കാരണം അതാണ് നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒരു മതം ഉണ്ടാവാനും ഒരു ദൈവ മനസ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ പല മുഖങ്ങളുണ്ടായി, പല ആളുകളോട് പല ഭാഷയിൽ സംസാരിച്ചു, പല കൾച്ചറിലൂടെ സംസാരിച്ചു. ഇപ്പോൾ പാൻറ് എന്താണെന്ന് അറിയാത്ത ഒരാളുടെ ഇടയിലേക്ക് പാൻറ് ഇട്ട ഒരാൾ ചെല്ലുമ്പോൾ അവർക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്ന പോലെ, അപ്പോൾ അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ ചെല്ലണം എന്ന് പറയുന്ന പോലെ അതാത് കൾച്ചറിലേക്ക്, അതാത് കൾച്ചറൽ എലിമെൻറ്റോട് കൂടിയിട്ട് പലതും ഉണ്ടായി എന്നുള്ളതല്ല. ആത്യന്തികമായി ഈ ലോകത്തിലൊരു ദൈവവും ഒരു ദൈവത്തിന് ഒരു സംവിധാനവും അതിൻ്റെ പ്രവാചകങ്ങളുമാണ്. ശരിക്കും ഇസ്ലാമോ തന്നെയാണ് പറയുന്നത്, മുൻ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നതും മുൻ കിതാബുകൾ അംഗീകരിക്കുന്നതൊക്കെ അതിൻ്റെ പേരിലാണ്. കാരണം ഇതൊരു ഒഴുക്കാണ്, അല്ലാണ്ട് ഇത് എവിടെയെങ്കിലും പുതിയതായി ഓരോന്നുണ്ടാകുക, പുതിയൊരു മതം ഉണ്ടായി എന്നുള്ളതല്ല. ഇതൊരു സമീകൃതമായ. അപ്പോൾ ആ മതങ്ങളിലെല്ലാത്തിലും ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ, സഹോദരന്മാരാണ്, മക്കളാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ ഏത് കർമ്മങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നീട് കൾച്ചറൽ പല ആൾക്കാരും അത് കൈയടക്കുകയും പിന്നെ അത് നിലനിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ അങ്ങനെയുള്ളൊരു ഡിസ്ക്രിമിനേഷൻ സ്വഭാവം കുറവായിരുന്നു. ആ ഡിസ്ക്രിമിനേഷൻ സ്വഭാവം ഇല്ലാതെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തിരിക്കുക. ഇപ്പോൾ നമസ്കാരമാണെങ്കിൽ പോലും എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, മുമ്പിൽ വരുന്നവർക്ക് മുമ്പിൽ സീറ്റ്, മുമ്പിൽ നിൽക്കുക, സൊഫിൽ നിൽക്കുക, ബാക്കിൽ വരുന്നപ്പോൾ രാജാവാണെങ്കിലും മുമ്പിൽ നിൽക്കുന്ന സേവകനാണെങ്കിലും മന്ത്രിയാണെങ്കിലും അയാൾ അവിടെ തന്നെ നിൽക്കണം. രാജാവ് വരുന്നതിനനുസരിച്ച് മാറി കൊടുക്കാനുള്ള അവസ്ഥ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന കളക്ടറിലെ പ്യൂണാണ്, പിന്നിൽ നിൽക്കുന്ന കളക്ടറാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു അസ്വാഭാവികതയൊന്നും. അപ്പോൾ ആ രീതിയിലുള്ള ആ ഈക്വാലിറ്റി അല്ലെങ്കിൽ ആ ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കുകയും പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം കൂടുന്നത്. അതേപോലെ തന്നെ ഹജ്ജിന് ചെല്ലുന്ന സമയത്ത് മറ്റ് പല സംസ്കാരങ്ങളിലും പള്ളികളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വിലക്കുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അവരെ എല്ലാ പള്ളികളിലും, അല്ലെങ്കിൽ പരമ്പരാഗത സമ്പ്രദായത്തിൽ എല്ലാ പള്ളികളിലേക്കും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പക്ഷേ ഇവിടെ ആദ്യം മുതൽ തന്നെ, ഡേ 1 മുതൽ തന്നെ
ഹജറ ബീവിയാണ് തുടങ്ങുന്നത്. സ്ത്രീയാണ്. അതെ അതെ, സ്ത്രീയിൽ നിന്ന് തുടങ്ങിയെന്ന് മാത്രമല്ല, ഡേ 1 മുതൽ റസൂലുള്ളാഹിയുടെ കാലം മുതൽ തന്നെ അവിടെ എല്ലാവർക്കും ആണോ പെണ്ണോ എന്ന വ്യത്യാസമില്ലാത്ത ആ ഒരു 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 പിന്നെ ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഈ ഹജ്ജ് കർമ്മങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. മാത്രമല്ല പല മദ്ഹബുകളിലും ആ ഒരു ചർച്ചകൾ വരുന്ന സമയത്ത് ഹനഫി ഇമാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹനഫി മദ്ഹബാണ് അത് കുറച്ചും കൂടി അതിനെ ഒന്നും കൂടി സാർവലൗകികമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നു ഇവിടെ നിന്നൊക്കെ പോകുന്ന ഏത് മദ്ഹബിൽപ്പെട്ട ആൾക്കാരും ഹജ്ജ് തീർത്ഥാടന സമയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിയ്യത്തിൽ അവർ ഹനഫി മദ്ഹബിലേക്ക് മാറണം എന്നെങ്കിൽ അത് പൂർണ്ണമാവുള്ളൂ. കാരണം മറ്റ് പല മദ്ഹബിൻ്റെ കർമ്മശാസ്ത്ര പ്രകാരം ചിലപ്പോൾ പരസ്പരം തൊടുന്നതോ അന്യ ബ്ലഡ് റിലേഷൻ അല്ലാത്തവരെ തൊടുന്നതോ ബാധിക്കും, അവരുടെ ഒളു മുറിയാനൊക്കെയുള്ള സാധ്യത. പക്ഷേ ഹനഫി ഇമാം അവിടെ എന്ത് ചെയ്തു, അതിനെ ഒന്ന് ഇതായി കൊടുത്തു. അങ്ങനെ എളുപ്പമാക്കപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അന്നും ഇന്നും വളരെ എളുപ്പമാക്കപ്പെട്ട ഒരു രീതിയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തായി കൊണ്ട് ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഹാജറ ബീവിയുടെയൊക്കെ ഒരു ത്യാഗം എന്നുള്ളത് നമ്മൾ വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട് അവിടെ. അതിലിപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചരിത്രത്തിലാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ഭാര്യയും മകനെയൊക്കെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ്. ഹജറ ബീവിയെ സംബന്ധിച്ചിടത്താണെങ്കിലും ആ മകനെയും കൊണ്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നടക്കുമ്പോൾ ഹജറ ബീവി ചോദിക്കുന്നുണ്ട്, ആരാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇടാൻ കൽപ്പിച്ചത്? അത് ദൈവമാണ്, അള്ളാഹു ആണെന്ന് പറയുമ്പോൾ എങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് തിരിച്ചയക്കാം. അപ്പോൾ ത്യാഗത്തിൻ്റെ എലമെൻറ്റ് വളരെ കൂടുതലായിട്ടുണ്ട്. ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും ആ ത്യാഗം പ്രതിഫലിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ മാനസികമായ ആഗ്രഹങ്ങളും നമ്മുടെ അലങ്കാരങ്ങളൊക്കെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ത്യാഗത്തിലൂടെയുള്ള ഈ തീർത്ഥാടനവും കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു എലമെൻ്റ് അതിലുണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ ഭയങ്കര പ്രസക്തമായിട്ട് വരുന്നുണ്ട്. ത്യാഗം എത്രത്തോളമാണ് മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. എല്ലാ മതങ്ങളുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഏതെങ്കിലും ഒരു മൂല്യം, ഒരു വാല്യൂ അതിലൊന്ന് അത് ബേസ്ഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ എന്തു ചെയ്യുകയാണെങ്കിലും, നോമ്പെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ ഈ തീർത്ഥാടനങ്ങൾ, പ്രാർത്ഥനകൾ, ഇതിലൊക്കെ എന്തോ ഒരു വാല്യൂ, ഒരു ഹ്യൂമൻ വാല്യൂവിനെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയാത്ത ഒരു വാല്യൂവിനെ അതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് എന്തായാലും സാക്രിഫൈസ്, അത് ആടിനെ സാക്രിഫൈസ് ചെയ്ത് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഏഷണകളെ, അവനവൻ്റെ ഉള്ളിലെ കെട്ടുപാടുകളെ അതിൽ അമിതമായി അതിനോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും പ്രസക്തമല്ല. സത്യത്തിൽ ഈ ദൈവത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കെട്ടുപാടുകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അത് കുട്ടിയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സ്വത്തിനോടാണെങ്കിലും അത് ഉപേക്ഷിക്കണം. അതാണ് ഇതിൻ്റെ ആത്യന്തികമായ സാക്രിഫൈസ് എന്ന് പറയുന്നത്. ആ സാക്രിഫൈസിനെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഇത്തരം കഥകൾ ശരിക്കും ആളുകളോട് പറയുന്നത്. ഒരാളുടെ ജീവചരിത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു പ്രബോധനം. അങ്ങനെയാണ്. കാരണം ഒരാളങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യം, അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും എന്ന് പറയുന്നത്. അപ്പോൾ സാക്രിഫൈസാണ് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി ആഴത്തിൽ പോവുകയാണെങ്കിൽ, ഈ മിസ്റ്റിക്കൽ ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ തസവൂഫിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ നഫ്സിനെ, അവനവൻ്റെ മനോമാലിന്യങ്ങളെ നീക്കുക എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായി മതം മുന്നോട്ട് വെക്കുന്ന. മനോമാലിന്യങ്ങൾ നീക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതിനോടുള്ള യുദ്ധം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെ എന്തില്ല, അന്തിമ വിജയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഉള്ളിലുള്ള ഈ പറയുന്ന സാക്രിഫൈസ്, ഈ പറയുന്ന സംഗതികളൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പോഴേ ദൈവികമായ ദൈവത്തിന് ഇടപെടാൻ കഴിയുള്ളൂ. എന്തെങ്കിലും ഒന്ന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട്, അതാണ് അതിൻ്റെ ഹിജാബ് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ മറ, അതുമ്പോൾ തട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് കാണാതെ എന്തെങ്കിലും മുമ്പിലുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അപ്പുറം കാണൂല്ലോ. അപ്പോൾ അതും കൂടി മാറ്റുമ്പോഴേ ആ പ്രകാശം എന്നും അവിടെ ഉണ്ട്. പ്രകാശത്തിന് വരാനുള്ള തടസ്സം നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ബിംബങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന മറകളാണ്, ഹിജാബുകളാണ്. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്ന് മാറ്റുക. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്കറിയാലോ, ഹജ്ജിന് പോകുമ്പോഴുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരോടുള്ള പൊരുത്തം വാങ്ങുക. ഞങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളവിടെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനമ്മമാരോടൊക്കെ പലരും വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ എന്താ അവരങ്ങനെ വന്ന് പറഞ്ഞു പോകുന്നത്, നമ്മളവരുടെ ആളുകളൊന്നും അല്ലല്ലോ. എന്നിരുന്നാലും അയൽവക്കക്കാരാണ്,
ഞങ്ങൾക്ക് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും തീർക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ തീർക്കുക. അപ്പോൾ അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്, ഇത് നന്മയിലേക്ക് പോകാനുള്ള ഒരു എക്സ്ക്യൂസായിട്ടാണ്. അപ്പോൾ പറയും നിങ്ങളത് തീർത്തിട്ടില്ല, അത് പൊരുത്തപ്പെടാൻ പറ്റൂല എന്നുള്ളതാണെങ്കിൽ അത് തീർക്കാനുള്ള വിഷയങ്ങൾ ചർച്ച കൂടി തീരുമാനിച്ച്, അല്ലെങ്കിൽ മധ്യസ്ഥന്മാർ മുഖാന്തരം തീരുമാനിച്ചിട്ട് അതിനൊരു തീരുമാനമായതിനു ശേഷമാണ് പിന്നീട് കൊടുത്തു തീർക്കാനുള്ളതും കടം വാങ്ങിയത് അങ്ങനെയുള്ളതെല്ലാം തീർത്തിട്ട് ഒരു തരത്തിലുള്ള ബാധ്യതയില്ലാതെയാണ്, ഒരു ലോൺ കൊടുക്കാതെയാണ് അല്ലെങ്കിൽ ഹജ്ജിന് പോണത്. തൻ്റെ എല്ലാം കൊണ്ടും തനിക്ക് അതിനുള്ള അർഹത എന്ന് പറയുന്നൊരു സംഗതി നേടുക, അത് ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അത് വളരെ മനോഹരമാണത്. കാരണം അങ്ങനെയാണ് അവിടെ ചെല്ലേണ്ടതല്ല, അത് എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കി കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു ടൂർ പോകുന്ന പോലെ പോവുക എന്നതിനേക്കാളുപരി വളരെ ശുദ്ധമായി ശരീരം, മനസ്സ്, ആത്മാവ്, അതേപോലെ തന്നെ ആചരണങ്ങൾ, സ്വഭാവത്തിൽ പൊരുത്തപ്പെടലുകൾ, ഒരു റിപ്പൻറ്റൻസ് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ പശ്ചാത്താപം, തൗബ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സാമ്പത്തികമായും ശുദ്ധമായ പൈസ കൊണ്ട് ചെയ്യുക എന്നൊക്കെ പറയാം. ഇത് എത്ര കാലം മുമ്പ് തുടങ്ങിയതാണെന്ന് ആലോചിക്കണം. ആ കാലം മുതൽ ഇന്നും പ്രസക്തമായ മൂല്യങ്ങളാണ് ഇതിലൂടെയൊക്കെ പ്രതിഫലിക്കപ്പെടുന്നത്. അതിലൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആയിരിക്കണം. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥത്തിൽ കുറേ മാറുന്നുണ്ട്. നമ്മളിപ്പോൾ ചില ട്രാവൽസ് ആരെങ്ങനെ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ കുറേ ആൾക്കാരങ്ങനെ കൊണ്ടുപോവുകയൊക്കെ കാണുന്ന സമയത്ത് എല്ലാത്തിലും ഇന്ന് മൂല്യങ്ങൾ ചോരുന്നുണ്ട്. പിന്നെ ചിലർക്ക് കാണാനുള്ളൊരു അവസരമുണ്ട്. ഉംറ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, അത്ര അങ്ങോട്ട് ഇല്ലെങ്കിൽ പോലും കണ്ടുവരാനുള്ളൊരവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹജ്ജ് ഞാൻ പറയുന്നത് ഇപ്പോഴും അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അതിൻ്റേതായ ഒരു സൗകുമാര്യത അതിനുണ്ട് എന്നുള്ളത് കൊണ്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഹജ്ജ് കഴിഞ്ഞെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി ഒരു കുഞ്ഞുങ്ങളെപ്പോലെ വരും എന്നാണ് നമ്മൾ മതം പഠിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ടും അവരുടെ മനസ്സ് ശരീരമൊക്കെ മാറിയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനിലൊരു മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? ആ സ്ഥലങ്ങളിലുള്ള ഒരു പരിശുദ്ധിയാണോ, അതോ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയാണോ? ഇങ്ങനെ ഒരു ഹജ്ജോടുകൂടെ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തോടുകൂടെ ചില യാത്രകളോടുകൂടെ ഒക്കെ മനുഷ്യർ ഒന്നാകെ മാറിപ്പോയി നമ്മൾ കാണാറുണ്ട്. അതിനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള കാരണം ഒരു കാരണം മാത്രമൊന്നുമല്ല. ഒന്നാമത് വളരെ പ്രിപ്പറേഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇതുപോലെ കടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇൻപുട്ട് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ടും തത്തുല്യമായിരിക്കും. നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടിയും പേടിയോടുകൂടിയും. ഇപ്പോൾ ശബരിമല തീർത്ഥാടനമൊക്കെ ആണെന്ന് പണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊണ്ടുവരണേ എന്നാണ് പ്രാർത്ഥിക്കുക. കൊണ്ടുപോയിട്ട് ദൈവം തന്നെ കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള വ്രതം തെറ്റിയാൽ പുലി പിടിക്കും, ആന പിടിക്കും എന്നൊക്കെയുള്ള ഇതുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇന്നിപ്പോൾ വണ്ടിയിലാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ആന, പുലി നടന്നു പോകുമ്പോഴും അതേമാതിരി ഭക്ഷണം കിട്ടായ്മ, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ, ഇതൊക്കെ എല്ലാ തീർത്ഥാടനത്തിനും ബാധകമാണ്. ഹജ്ജ് ഇവിടുന്നൊക്കെ പണ്ട് നടന്നൊക്കെയാണ് പോയിരുന്നത്. നടന്നു പോയവരുണ്ട്. ഇപ്പം ഈ സമീപകാലത്തും നടന്നു പോയ ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഹജ്ജിന് നടന്നു പോയ ആളുകളെ പറ്റിയൊരു പഠനം നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അയാളെ കാണാനും സംസാരിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ ഏറെ പ്രായം ചെന്നിട്ട് അദ്ദേഹം 16-ാമത്തെ വയസ്സിലാണ് ഇതുപോലെ ഹജ്ജിന് നടന്നു പോയത് എന്നുള്ളത്. അപ്പം അങ്ങനെ നടന്നു പോയിരുന്ന ആളുകളും പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത ചോറ്റൂരുള്ള പോയി അങ്ങനെയൊക്കെ അടുത്ത കാലത്ത് ഇപ്പോൾ അതാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഇന്ത്യ ബോർഡറുകളൊക്കെ പ്രശ്നങ്ങളായത് അതിർത്തികളുണ്ട്. പിന്നീട് നമുക്ക് എപ്പോഴും കപ്പൽ മാർഗം തന്നെയായിരുന്നു. ഉരുവിലൂടെയാണ് നമ്മൾ പണ്ട് മുതലേ ഇവിടെ ഉള്ളവർ, നമ്മുടെ ഈ മലബാർ കോസ്റ്റിലുള്ളവർ, ഈ ഒരു കോസ്റ്റിലുള്ള ഗുജറാത്ത് മുതലുള്ളവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. അപ്പോൾ ഈ വെല്ലുവിളികളെ മാനസികമായി തയ്യാറെടുപ്പോടുകൂടി അതിജീവിച്ച് വരുമ്പോൾ ശരിക്കും ഒരു വലിയ പ്രാരബ്ധം അല്ലെങ്കിൽ വലിയ ഒരുപാട് കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്ന പോലെയാണ്. ഒരുപാട് വേണ്ടാധീനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന പോലെയാണ് എല്ലാവരുടെയും ഫീലിംഗ് വരിക. തിരിച്ചു വരുമ്പോൾ അതൊരു ശുദ്ധീകരണമായിട്ടും പോയി തിരിച്ചു വരിക എന്ന് പറയുന്നൊരു വലിയൊരു പമ്പ കടക്കുന്ന, അങ്ങനെയാണ് അതിൻ്റെ ഇത് തന്നെ. ആ പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ തന്നെ പമ്പ എന്ന് പറയുന്നൊരു ശബരിമലയിൽ ഒഴുകുന്ന നദീൻ്റെ പേരാണ്. ആ പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദുർഘടങ്ങൾ കഴിഞ്ഞാൽ പമ്പാന്ന് തിരിച്ചിട്ട പാപം എന്നാണ്. ആ പാപം കടക്കുന്നു എന്നാണ്. പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പാപം കടന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് എല്ലാ തീർത്ഥാടനങ്ങളിലും ചെല്ലുന്നത്. ചിലർ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് അസുഖം ബാധിച്ച്, പനിയൊക്കെ ബാധിച്ച്, കാരണം അവരുടെ ശരീരവും മനസ്സും ഒക്കെ വേറെ ലെവലിലേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനോട് വീണ്ടും റീഅഡാപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി
സമയമെടുക്കും. അപ്പോൾ ഈ റീ അഡാപ്റ്റേഷനാണ് മതം ഉദ്ദേശിക്കുന്നത്. ഒരു റീസ്റ്റാർട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ തന്നെ അറിയാമല്ലോ, നമ്മളൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും, ഒന്ന് ഫോർമാറ്റ് ചെയ്യും, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യും, ഫാക്ടറി റീസെറ്റ് ചെയ്യും. അങ്ങനെയെന്ന് പറയണ പോലെ അത്തരം പിന്നെ സ്വിച്ചുകളാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് വർഷത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അർത്ഥത്തിൽ ഒരു ഹജ്ജ് ചെയ്ത് വരണം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അവിടെ പോയി വരുന്നവർ ഇങ്ങനെ വെറുതെ പോയി വരുന്ന ഒരുപാട് പേര് പോകുന്നതിനല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൻ്റേതായ അർത്ഥം ചോരാത്ത രീതിയിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു ഹജ്ജ് മര്യാദയ്ക്ക് ചെയ്യണം. 100 വട്ടം അവിടെ പോയിട്ടുണ്ടെങ്കിലും ഹജ്ജൻ്റെ എല്ലാ രീതികളോടും കൂടി ഒരു വട്ടം അത് ചെയ്യണമെന്ന് ഓരോരുത്തർ, അതൊരു റീസ്റ്റാർട്ടിങ്ങാണ്. അത് ചിലപ്പോൾ വളരെ ഒരു മധ്യ വയസ്കിലൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തീർത്ഥാടനങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യങ്ങളും ബോധങ്ങളും ഉണ്ടെങ്കിൽ മിസ്റ്റിക്കൽ അനുഭവങ്ങളും ഉണ്ട്. അത് ചെയ്യാതെയും ഹജ്ജ് ചെയ്തവരുടെയൊക്കെ കൂലി കിട്ടിയവരുടെ കഥകൾ നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെയൊക്കെ പല കഥകളിലും എല്ലാ സംസ്കാരത്തിലും അങ്ങനെ കഥകളുണ്ട്. ഭാഗവതം വായിക്കാൻ പോയിട്ട് അത് വായിക്കാൻ പോകാതെ വേറെ വഴി വിട്ടിട്ട് പോയവൻ കൂലി കിട്ടിയതും, എന്നാൽ ഇതിന് പോയി ഇരുന്നിട്ട് കൂലി കിട്ടാത്തവൻ്റെ കാലങ്ങളെക്കുറിച്ച് എല്ലാ മതത്തിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മൻസൂർ അൽ-ഹജ്ജിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ഗുരുവിനെ തവാഫ് ചെയ്ത് നിങ്ങളാണ് എൻ്റെ കിബില എന്ന് പറഞ്ഞ് ചെയ്ത വലിയൊരു സൂഫി വര്യനാണ് മൻസൂർ അൽ-ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം തൻ്റെ ഗുരുവായിരുന്നു. അപ്പോൾ ആ ഗുരുവിനെയും ആ രീതിയിൽ കണ്ടുകൊണ്ട് ഹജ്ജ് ചെയ്ത അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കൂലി കിട്ടിയവരായിട്ടുള്ള ആൾക്കാരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെഡിക്കേഷൻ, സമർപ്പണം, അതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അർത്ഥതലങ്ങളൊന്നും ഇല്ലാണ്ട് യാന്ത്രികമാവുന്നുണ്ട് കാര്യം. ഏത് മതത്തിലും എന്താണോ ഉദ്ദേശിക്കപ്പെട്ടത് അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായ ഫലം ഉണ്ടാവട്ടെ. ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഒരു കഥ കൂടെ ചേർത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒരിക്കൽ ഒരാൾ വന്നിട്ട് ഒരു ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു എന്തിനാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി പോകുന്നതിനാ, ദൈവം എല്ലായിടത്തും ഒരേപോലെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഗുരു തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്, പക്ഷെ നീ എല്ലായിടത്തും ഒരുപോലെയല്ല. ആ ഒരു പോയിന്റിലേക്ക് ഗുരു കൈപിടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹജ്ജ് കർമ്മങ്ങളൊക്കെ പല അർത്ഥത്തിൽ നമ്മളെയും നമ്മുടെ മനസ്സിനെയൊക്കെ ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഗുരു നേരെ സൂചിപ്പിച്ച പോലെ അതൊരു റീസ്റ്റാർട്ടാണ്. ആ ഒരു റീസ്റ്റാർട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റാനാണ് ഓരോ മതവും ലോകത്ത് പ്രവർത്തിക്കുന്നത്. ഓരോ ദൈവങ്ങളും അതിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമ്മൾ അവസാനിപ്പിക്കുന്നു. വളരെ അർത്ഥഗർഭമായ, വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ, സാരാംശത്തോടുകൂടെ വളരെ മനോഹരമായിട്ട് നമ്മോട് സംസാരിച്ച ഗുരുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും അവസാനമായിട്ട് ഓക്കെ അല്ലേ? അവസാനം എന്ത് പ്രാർത്ഥിക്കണം? നമ്മൾ ഇബ്രാഹിം നബിയും കൂട്ടരെയും സ്മരിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് നല്ലൊരു അമലായി ദൈവം സ്വീകരിക്കട്ടെ. ഈ ഒരു സമയം നമ്മൾ ഉപയോഗിച്ചതിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.